36ാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവം വെളിയങ്കോടിന്റെ മണ്ണിൽ നടക്കുകയാണ്. ഇത് നാട് ഏറ്റെടുത്ത ഒരു ഉത്സവമായി തന്നെയാണ് ഈ കലോത്സവം നടക്കുന്നത്. ഈ കലോത്സവം കാണാനായി നമ്മുടെ PSC മുൻ ചെയർമാനും നിലവിൽ കേരള വഖഫ് ബോർഡിന്റെ ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് MK സക്കീർ ഇവിടെ വന്നിരിക്കുകയാണ്. കലോത്സവ വിശേഷങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കും. പഴയ കാലത്ത് കലോത്സവത്തില് ഒരു മത്സരാർത്ഥി എന്ന രൂപത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ്. ഇപ്പൊ മാത്രമാണ് ഒരു അതിഥിയെ പങ്കെടുക്കുന്നത്. സത്യത്തിൽ നമ്മളെ ഹൃദയ വിശാലത കൂട്ടുന്ന വലിയൊരു പ്രവർത്തനമാണ് കലാ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താനും അതേപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങള് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനൊക്കെ സാധ്യമാകുന്ന ക്ലാസ് റൂം മുറികൾക്ക് അപ്പുറത്തുള്ള ചില പഠന ഇതര വിഷയങ്ങളാണ് ഈ കലോത്സവം. അത് വളരെ തികച്ചും ഒരു മനുഷ്യനെ അതുകൊണ്ട് തന്നെ ഈ കലോത്സവത്തിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ വരാതിരിക്കാൻ കഴിയില്ല. 2-3 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. വന്നപ്പോ എല്ലാവരും കണ്ടപ്പോ സംഘാടകരൊപ്പം ഒക്കെ നിന്നപ്പോ നമുക്ക് വലിയ സുഖം തോന്നി. എന്തായാലും ഈ വെളിയങ്കോട് ഏറ്റെടുത്തതിലും വലിയ പ്രത്യേകത ഉണ്ട്. വെളിയങ്കോട് സർക്കാർ സ്കൂളിന്റെ വലിയ ഒരു കോമ്പൗണ്ടും ആ വെളിയങ്കോടിന്റെ പരിസര പ്രദേശത്തുള്ള നല്ല സഹൃദയരായ കുറേ ആൾക്കാരുണ്ട് എന്നത് മനസ്സിലായി. കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിലും കുട്ടികളെ കൊണ്ടുനടക്കുന്ന കാര്യത്തിലും എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ മീഡിയ അടക്കം വളരെയധികം നല്ല പ്രചരണം കൊടുത്തുകൊണ്ട് ഈ കലോത്സവത്തിൽ വലിയ തോതിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് വിജയിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന് മെച്ചപ്പെട്ട സാധനം നടത്താമെന്ന് അടുത്ത കൂട്ടർക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. അത് ഏറ്റവും നന്നായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ജയിച്ചവർക്കും പങ്കെടുത്തവർക്കും നേരുന്നു. കലോത്സവത്തിൽ അതിഥിയായിട്ടാണ് ഇപ്പൊ വരുന്നത്. നേരത്തെ മത്സരാർത്ഥിയായിരുന്നു. ഏത് ഇനങ്ങളിലാണ് ഞാന് ഈ സാധാരണഗതിയിൽ നാടകങ്ങളിലൊക്കെ തന്നെ ഒരുപാട് അഭിനയിച്ച ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിലൊക്കെ ഏറ്റവും നല്ല നടനായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി കോളേജിലും ഒക്കെ. അതുകൊണ്ട് തന്നെ നാടകം നമ്മളെ ഒരു കലാരംഗമായിരുന്നു. പിന്നീട് നമ്മളത് വിട്ടു. അതേപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഈ സ്റ്റേജ് ഇനങ്ങളാണ്. സ്റ്റേജ് ഇതരല്ല, സ്റ്റേജ് ഇനങ്ങളാണ്. അങ്ങനെ വളരെ നന്നായിട്ട് തോന്നി. എന്തായാലും LP മുതല് ഈ കലോത്സവത്തിലേക്ക് വരുമ്പോ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടുകയാണ്. ഈ സ്റ്റേജിന്റെ പിന്നിൽ നിൽക്കുമ്പോണ്ടല്ലോ ആ നമ്പർ വിളിച്ചിട്ട് ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അത് ആ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റ് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണ്. ഒരു കലാപ്രകടനങ്ങൾ മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന സമ്മാനം കൂടി വേണമല്ലോ. അപ്പൊ നമുക്കൊരു എന്ത് വേണം, സ്ഥാനം കിട്ടണം. അപ്പൊ സ്ഥാനം കിട്ടുമ്പോ അതിന് കുറെ പ്രോട്ടോകോൾ ഉണ്ട്. ഈ ജഡ്ജിമാർക്ക് കണ്ടെത്തുന്ന അവര് നമ്മളെ കുറെ ന്യൂനതകൾ കണ്ടെത്താനും നമ്മളെ പ്രകടനങ്ങൾ കാണാനും അവരിയ്ക്കുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ എല്ലാവിധ അതിന്റെ പ്രസന്റേഷന്റെ 100% അവതരിപ്പിക്കണം. അപ്പോഴാണ് ഇതിന് പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ ഒരു പിന്നെ അപ്പൊ അതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കലാപ്രകടനക്കാരിങ്ങനെ സ്റ്റേജിൽ വന്ന് അത് സമ്മാനം അവസാനം പ്രഖ്യാപിച്ച് ഈ നമ്മൾ ഏത് സ്ഥാനമാണെന്ന് പറയുന്നത് വരെ നമുക്ക് ടെൻഷൻ തന്നെയാണ്. അന്ന് ഒരു പക്ഷെ നമുക്ക് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഒന്നുമില്ല. ആരും നമ്മളെ കാണാനുമില്ല, കേൾക്കാനുമില്ല. പക്ഷെ നമ്മൾ അവതരിപ്പിച്ച ഒരു ഐറ്റത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഫലകം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതാണ് അന്നത്തെ. അതെ ഇന്ന് ഇന്ന് കുട്ടികൾക്കൊക്കെ നന്നായി അവതരിപ്പിക്കാനൊക്കെ. എന്തായാലും ഈ തിരക്കിനിടയിൽ ചുരുങ്ങിയ സമയം ഞങ്ങളോട് പങ്കുവച്ചു.